അസ്സാം വലൈക്കും വറഹമത്തുള്ള അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ല വഅല ആലിഹി വസുഹാബി അജ്മഈൻ അമ്മാബാദ്. വലിയൊരു ഭാഗ്യമാണ് നമുക്ക് ഈ ബോധ്യപ്പെടുക എന്നുള്ളത്. കാരണം നമ്മൾ അദൃശ്യമായിട്ടാണല്ലോ എല്ലാ കാര്യവും വിശ്വസിക്കുന്നത്. അള്ളാഹുവിനെ കുറിച്ചാണെങ്കിലും പരലോകത്തെക്കുറിച്ചാണെങ്കിലും ഒക്കെ നമ്മൾ അദൃശ്യമായിട്ടാണ് വിശ്വസിക്കുന്നത്. അത് നമുക്കൊരു ദൃശ്യമായ സംഗതിയേക്കാളും ബോധ്യപ്പെടുക എന്നുള്ളത് വളരെ വലിയൊരു സൗഭാഗ്യമാണ്. ഇത് പറയാനുള്ളൊരു കാരണം, ഇപ്പോൾ നമ്മൾ പിന്നെ ഈ ഇടുക്കി ഭാഗത്ത് ഒരു പ്രോഗ്രാമിന് വേണ്ടി പോയ സമയത്ത് സ്വാഭാവികമായും അതിൻ്റെ പരിസരത്താണല്ലോ പിന്നെ എക്കോ ടൂറിസം, അതായത് കുറച്ച് പ്രകൃതി മനോഹരമായിട്ടുള്ള ഹൈ റേഞ്ച് മലകളും നല്ല കാപ്പിത്തോട്ടങ്ങളും തേയിലത്തോട്ടങ്ങളും ഒക്കെ ഉള്ള ഒരു മനോഹരമായ പ്രദേശമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരൊരു ദിവസം തങ്ങി ഒന്ന് വിശ്രമിച്ച് അതൊക്കെ ഒന്ന് കണ്ട് വരാമെന്ന് വിചാരിച്ചിട്ട് അവിടെ ഒരു രാത്രി തങ്ങാൻ വേണ്ടി ഒരു ഹോട്ടലിൽ റൂം എടുത്ത് അവിടെ ഇങ്ങനെ പിന്നെ നമ്മുടെ ഒപ്പമുള്ള ആളുകളുമായിട്ട് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് കൂട്ടത്തിലൊരാൾ പറഞ്ഞു, നമ്മൾ പിന്നെ സ്വർഗത്തിൽ ഇങ്ങനെ മുത്തക്കീന അലൈഹ മുത്തക്കാബിലി എന്നാണല്ലോ, അഭിമുഖം ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു മനോഹരമായ പ്രദേശത്ത് വന്ന് നമ്മളിങ്ങനെ ഒന്നിച്ചിരിക്കുമ്പോൾ ആ ഒരു വിശുദ്ധ ഖുർആൻ്റെ സ്വർഗത്തെക്കുറിച്ച് പറയുന്ന കാര്യത്തിൻ്റെ ഒരു യാഥാർത്ഥ്യം അത് മനസ്സിലേക്ക് വരുന്നു എന്ന് പറഞ്ഞിട്ട് അവർ കരഞ്ഞു. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ആ കരച്ചിലിൻ്റെ കാരണമായി പറഞ്ഞത്, ഈ ഒരു കൂടി ഇരുത്തത്ത് നിന്ന് ആരെങ്കിലും നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ, അതായത് ആരെങ്കിലും നരകത്തിലായി പോയാൽ, അതെന്തൊരു സങ്കടമായിരിക്കും. അങ്ങനത്തെ ഒരു അവസ്ഥ അള്ളാഹു ഇല്ലാതാക്കട്ടെ എന്നാണ് ആ സമയത്ത് പറയുന്നത്. ഇത് വളരെ വലിയൊരു വികാരമാണ് നമുക്കെല്ലാവർക്കും ഉണ്ടാവേണ്ടത്. നമ്മൾ വളരെ സന്തോഷത്തോടു കൂടെ നമ്മുടെ കുടുംബം, നമ്മുടെ കുട്ടികളായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇതിൽ നിന്ന് ആരെങ്കിലും ഒരാൾ നഷ്ടപ്പെട്ടു പോകുന്നതിനെക്കുറിച്ച് നമ്മൾ ശരിക്കും ആശങ്കപ്പെടേണ്ടതില്ല. അംഫുസക്കും വാഹിലിക്കും നാറാന്നല്ലേ, നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിന് രക്ഷപ്പെടുത്തണം എന്ന് പറയുന്നത് വളരെ വിശാലമായ അർത്ഥമുള്ള ഒന്നല്ലേ. അപ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത്, ഈ യാഥാർത്ഥ്യബോധത്തിൽ ചിന്തിക്കുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ കൈവിട്ട് പോകരുത് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, അവർ നിസ്കരിക്കാതെ ഉറങ്ങുമ്പോൾ അവരെ നമ്മൾ വിളിക്കും, അവർ ഇസ്ലാമികമായ വസ്ത്രധാരണയിൽ നമ്മളത് ഓർമ്മപ്പെടുത്തും. അതേപോലെ തന്നെ അവർ ദീൻ്റെ കാര്യങ്ങൾ നിർവഹിക്കുന്നില്ലെങ്കിൽ അത് നമ്മൾ അവരോട് പറയും. ദീനെതിരായ കാര്യങ്ങൾ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ, കാരണം അവർ നഷ്ടപ്പെട്ടു പോകാൻ പാടില്ലല്ലോ, അവർ മിസ്സാവാൻ പാടില്ല, നാളെ പരലോകത്ത് സ്വർഗത്തിൽ വരാതിരിക്കാൻ പാടില്ല. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒരു യാഥാർത്ഥ്യം ആയി തോന്നുകയും നമ്മൾക്ക് ജീവിതത്തിൻ്റെ പല സന്ദർഭങ്ങളിൽ ഇതൊക്കെ ഓർമ്മ വരികയും അത് പരസ്പരം ഓർമ്മപ്പെടുത്തുകയും ചെയ്ത് നമ്മൾ ആ ഒരു വിശ്വാസ ബോധ്യത്തോടു കൂടെ ജീവിക്കുമ്പോൾ തീർച്ചയായും അത് നമ്മുടെ ജീവിതത്തിനെ പരിവർത്തിപ്പിക്കാൻ പറ്റുന്നതാണ്, നമ്മുടെ സമീപനങ്ങളൊക്കെ മാറ്റമുണ്ടാക്കാൻ പറ്റുന്നതാണ്. എന്തായാലും സ്വർഗത്തിൽ ഒന്നിച്ചിരിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും അവസരം പ്രദാനം ചെയ്യുമാറാവട്ടെ.